ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് യാദൃശ്യമായിട്ട് ചക്കപ്പഴം വിൽക്കുന്ന കണ്ടു കേട്ടോ. അപ്പോൾ വാങ്ങിയേക്കാമെന്ന് വിചാരിച്ച്. ഒരുപാട് നാളായി ചക്കപ്പഴം എല്ലാം കൊതിക്കുന്നു. കൊച്ചിയിലത്തെ അവസ്ഥയാണ്. ഇതൊന്നും ധാരാളമായിട്ട് കിട്ടിയ സമയത്തൊന്നും ഒരു വില ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്തായാലും കാശ് കൊടുത്ത് വാങ്ങിച്ചു. കൃത്യമായിട്ട് പറഞ്ഞാൽ 1 വർഷമായിട്ടാണ് ചക്കപ്പഴം കഴിച്ചിട്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ കഴിച്ചാണ്. അതിനുശേഷം ചക്കയും ചക്കപ്പഴമൊക്കെ കൊച്ചിയിൽ റോട്ടിൽ കൂടെ കണ്ടെങ്കിലും അത് മൂത്ത് തന്നെ പഴുത്ത് എനിക്കത്ര ഉറപ്പില്ലാത്തതുകൊണ്ടൊന്നും വാങ്ങിച്ചില്ല. പക്ഷേ ഉണ്ടല്ലോ, ഇന്ന് ഈ ചക്കപ്പഴം കണ്ടപ്പം ഇത് ശരിക്കും മൂത്ത് പഴുത്തതായിട്ട് തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം ഒരു കഷ്ണം വാങ്ങിയേക്കാന്ന് വിചാരിച്ചു. 90 രൂപയായി കേട്ടോ. ഇത്ര 90 അല്ല 190 കൊടുക്കേണ്ടി വന്നാലും ഞാനത് വാങ്ങിയേനെ. കാരണം അത്രയ്ക്കും കൊതിച്ചിരിക്കുമായിരുന്നു കേട്ടോ ചക്കപ്പഴം കഴിക്കാൻ വേണ്ടിയിട്ട്. കേടൊന്നുമില്ല കേട്ടോ, നല്ല പഴമാണ്. ഇങ്ങനെ കാത്തിരുന്ന ചക്കപ്പഴം. ആ ചക്ക വെട്ടിയെടുത്തിട്ടുണ്ടേ. ഒരുപാട് മധുരമൊന്നുമില്ല. മഴയൊക്കെ പെയ്തതിൻ്റെ വെള്ളച്ചോയൊക്കെ ഉണ്ട് ഇതിന്. തേൻ മധുരം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും വാങ്ങിച്ചു. ഇതിനെ കുറച്ച് അരച്ചെടുത്തിട്ട് ചക്കയുടെ ഉണ്ടാക്കണം, അഥവാ പൂച്ച പുഴുങ്ങിയത്. കുറച്ച് ചക്കയുടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് തേങ്ങ ചുരണ്ടി ചേർത്ത് ഏലക്കായും ജീരകവും ശർക്കരയൊക്കെ ചേർത്ത്. കഴിഞ്ഞ വർഷത്തെ ഏലങ്കയില ഫ്രിഡ്ജിലിരിപ്പുണ്ട്. പച്ചക്കൊക്കെ മാറി ഉണങ്ങുന്നുള്ളൂ. അതിലൊന്നും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇതുണ്ട്, ചക്കക്കുരുവൊക്കെ മുളച്ച് വന്നിട്ടുണ്ടേ. ആ മുളച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ ചുവയുണ്ടാവില്ല. ചുവയൊക്കെ ചക്കപ്പഴത്തിൽ ചെറുതായിട്ടുണ്ട് കേട്ടോ. എന്നാലും സാരമില്ല. 2026 ഇത്രയും വൈകി ചക്കപ്പഴം കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ബാക്കി എല്ലാവരും കഴിച്ചിരുന്നു കേട്ടോ. എന്തായാലും ഇപ്പോഴാണ് എനിക്കിത് കഴിക്കാൻ പറ്റിയത്. എല്ലാ വർഷവും അപ്പോൾ ആദ്യം കഴിക്കുന്ന വർഷമായിരുന്നു. പക്ഷേ അവസാനമാവും എനിക്ക് കിട്ടുന്നത്.